ഹലോ ഗൈസ്, അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒരു കിടിലം ഒറ്റ നില വീടാണ് നമുക്കത് സെയിലായിട്ട് വന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് റെഡി ടു മൂവ് ആയിട്ട് ആണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ബോക്സി മോഡലായിട്ട് വരുന്ന ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു ഒറ്റ നില വീടാണ് നമുക്കിത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. തൊട്ടടുത്തുള്ള വീടുകളെല്ലാം നമുക്ക് സെയിൽ ഔട്ടായി പോയി. അപ്പോൾ ഈ ഒരു വീട് മാത്രമേ നമുക്കിനി സെയിലിനായിട്ടുള്ളൂ. 4.5 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാനാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പം തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവൻ സമയം മഞ്ചാടി എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു കണ്ടംപററി ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനാക്കിയാണ് നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈഡ് ആയിട്ടുള്ളൊരു എൻട്രൻസും കാര്യങ്ങളാണ് കൊടുത്ത് നമുക്ക് ഈ ഒരു വീട് നമുക്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ വണ്ടിയായാലും സുഖമായിട്ട് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് വരാനുള്ള സ്പേസ് കാര്യങ്ങൾ ഈ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്താണ് തീർത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ടൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യം ചെയ്യാനുള്ള ഒരു ഏരിയയും നമുക്കവിടെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് ഒരു കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് സുഖമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ ചെയ്യേണ്ട ഒരു ഏരിയ നമുക്കവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കാർ പാർക്കിംഗ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു കാറൊക്കെ സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു 2 സ്റ്റെപ്പ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് എൻട്രൻസും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റൗട്ട് നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. 10x14 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റൗട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ചുമര് വീടിന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെട്ടുകല്ലിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ഒരു ടൈൽസും കാര്യങ്ങളും നമുക്ക് ഒരു ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളും ആ ഒരു ചുമര് നമുക്ക് കൊടുക്കുന്നുണ്ട്. പില്ലർ ഉൾപ്പെടെയാണ് നമുക്ക് ആ ഒരു ടൈൽസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു ഡിസൈനും കാര്യങ്ങളും എലഗൻറ്റ് രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2 പാളി വരുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് വരുന്നത്. ലോങ് ഹാൻഡിൽസും നമുക്ക് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 പാളി വരുന്ന ഡോറാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ നേരെ സിറ്റൗട്ട് നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്ക് ഇൻറ്റീരിയർ ഭാഗത്ത് വരുന്ന ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് നമുക്ക് ലിവിങ് ഏരിയ സ്പേസ്. ഇത്രയും നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്ന ഒരു വീട് തന്നെയാണ്. 14x14 ഡയമെൻഷൻ വരുന്ന ഒരു ഫ്രണ്ട് ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു വീടിന് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് തന്നെയാണ്. ഫ്ലോറിങ് തൊട്ട് എല്ലാം നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല ബോക്സി മോഡൽ ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് നല്ല കുറച്ച് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു TV യൂണിറ്റ് ഏരിയ ആണ്. TV യൂണിറ്റ് ഏരിയ നല്ല വിശാലമേറിയ ഒരു TV യൂണിറ്റ് ഏരിയ. അപ്പർ സൈഡ് നമുക്ക് ഡൈനിങ് ഏരിയ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാർട്ടീഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു TV നമുക്ക് വരുന്ന മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്പേസാണ്. നമുക്ക് റൊട്ടേറ്റിംഗ് വരുന്ന ഒരു സ്പേസ് TV യൂണിറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്പർ സൈഡിൽ നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായാലും നമുക്ക് നമുക്ക് വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റീവ് ഉള്ള TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒരുക്കൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ ലെവൽ വരുന്ന ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. ഈ പാർട്ടീഷൻ കഴിയുമ്പോഴത്തേക്കും ആ സൈഡിൽ നമുക്ക് ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ. 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഡൈനിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഫോൾ സീലിംഗ് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ടും സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കി ചെയ്തേക്കുന്നത്. ഒരു കോർണറിലായിട്ട് തന്നെ വാഷ് കൗണ്ടർ ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. വാഷ് കൗണ്ടർ ഏരിയ ഭാഗത്ത് നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് മിറർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ ഒരു ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ പ്ലസ് നമുക്കൊരു വർക്ക് ഏരിയ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഈ ഒരു 1050 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൽ
നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ വരുന്ന ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ താഴെ തന്നെ ഇതെല്ലാം നമുക്ക് പാനൽ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. തൊട്ട് മുകളിലായിട്ട് തന്നെ നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നാനായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു എൻട്രൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കിച്ചണെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ. കളർ തീം ഉൾപ്പെടെ നമുക്ക് നല്ല മനോഹരമായ ഒരു കളർ തീം ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കിച്ചണാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ്. പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ളത്. ക്യാബിനറ്റ്സ് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലും താഴെയുമായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു കിച്ചണിൽ നമുക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു രീതിയിലെ ഫോൾ സീലിംഗ് ആണ് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് ഫോൾ സീലിംഗ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ വർക്ക് ഏരിയയുടെ ഭാഗത്തോട്ട് പോയി. ഇതാണ് നമ്മുടെ വീടിൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോസ്ഡ് റേഞ്ചിൽ എടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴെ ഒരു സ്ലാബും അതുപോലെ തന്നെ ഒരു സിങ്ക് ഉൾപ്പെടെ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളെ കിണറിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. കിണർ നമ്മൾ പ്ലേസ്മെൻറ്റ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ കിണർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണിനോട് ചേർന്ന് വരുന്ന ഒരു വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു 4.5 സെൻറ്റിലെ 3 ബെഡ്റൂം നമുക്ക് വരുന്ന ഒരു വീടാണ്. അത് നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്കൊരു വാൾ റൂഫ്സാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചുമരാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ റൂമിൽ നമുക്ക് വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോറിംഗ് ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നമുക്ക് ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് എല്ലാ റൂംസും നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നുണ്ട്. AC പോയിന്റ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ള ചുമര് നമുക്കിവിടെ കാണാൻ പറ്റും. വാൾ റൂഫ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് വരുമ്പോഴത്തേക്ക് ഫോൾ സീലിംഗ് എല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തുള്ള ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആക്കി വരുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും ഉൾപ്പെടെ ചെയ്ത് തീർത്ത ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഹീറ്റർ പ്രോസസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കിയാണ് ഒരു ബാത്റൂം നമുക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയ സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം സ്പേസാണ് നമുക്ക് ഈ ഒരു റൂമിന് കിട്ടുന്നത്. 14x12 ഡയമെൻഷനാണ് ഈ ഒരു റൂം സൈസ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാൾ ആർട്ടും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ചുമര് ഈ ഭാഗത്ത് വരുന്നുണ്ട്. പാനൽ വർക്കാണ് മുകളിലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഒരു വാൾ റൂഫ്സ് ആണ് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിതും. എല്ലാ റൂംസും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് വരുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിലും യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രം ജില്ലയിൽ തച്ചോട്ട എന്ന സ്ഥലത്ത് മഞ്ചാടിക്ക് അടുത്തുള്ള ഒരു വീട്ടിലാണ് നമുക്ക് ഇത്രയും കാഴ്ചകൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറും 49 ലക്ഷമാണ്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 49 lakhs ആണ് നമുക്ക് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് കൂടെയാണ്
അപ്പോൾ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.